കാരണം ബാർസലോണ സീസൺ ഒരു ഗംഭീര രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 5-0 വിൻ അഗെയിൻസ്റ്റ് എൽച്ചെ ഓൺ ആൻ അവേ ഗെയിം. സോ ഈ കളി എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നത് ടീമിൻ്റെ പ്രസ്സിങ് ആൻഡ് ബോൾ റിക്കവറി ആണ്. പ്രസ്സിങ്, ബോൾ റിക്കവറി, ഇത് രണ്ടിലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വന്നതായിട്ട് ഇപ്പോൾ ഈ ടീമിൽ കാണുന്നുണ്ട്. അത് ഈ ലാലിഗ മാച്ചിൽ പ്രീ സീസണിലൊന്നും അത്ര നല്ല രീതിക്ക് കണ്ടിട്ടില്ലെങ്കിലും ഈ കളിയിൽ നല്ല രീതിയിൽ പ്രസ്സിങ്ങും റിക്കവറിയും, ബോൾ റിക്കവറിയും പ്രസ്സിങ്ങും, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ നോക്കുവാണെങ്കിൽ കളി ഫുള്ള് കൺട്രോൾ ചെയ്ത് എൽച്ചെയാണ്. ബോൾ പൊസിഷൻ, ബോൾ റിക്കവറി ഒന്നും തീരെ ഫസ്റ്റ് ഹാഫിൽ വിചാരിച്ച പോലെ കിട്ടിയില്ലെങ്കിലും എൽച്ചയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അവരൊരു രീതിയുണ്ട്, സ്റ്റൈൽ ഓഫ് പ്ലേ. പുതിയ കോച്ചിന് അണ്ടറിൽ അവർ കളിക്കുന്നൊരു സ്റ്റൈൽ ഓഫ് രീതിയുണ്ട്. ബോൾ ബാക്കിൽ നിന്ന് പ്ലേ ചെയ്ത് കളിക്കുന്ന രീതി. ബോളിൽ അവരെ പ്ലേയേഴ്സ് ബോൾ മേടിക്കാൻ നല്ല ധൈര്യത്തോടെ തന്നെ അവരെ പ്ലേയേഴ്സ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കളിച്ചായിരുന്നു. പക്ഷേ ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ്, റാഫീനിയുടെ ഒരു കട്ട് ബാക്ക് നല്ല ക്ലിയർ പെനാൽറ്റി ആയിട്ട് റാഫീന പെനാൽറ്റി കൺവേർട്ട് ചെയ്തതോടുകൂടി കളീൻ്റെ മൊമെൻറ്റം ചെറുതായി ഷിഫ്റ്റ് ആയി തുടങ്ങിയെങ്കിലും പിന്നെ അവർ ആ കളി തിരിച്ചു പിടിച്ചു എൽച്ചെ. ബട്ട് അഡിയമീൻ്റെ ഒരു കിടിലൻ ഒരു ഗോളും, അതിൽ എടുത്തു പറയേണ്ട ലമീൻ്റെ ഫസ്റ്റ് ടച്ചാണ്. ലമീൻ്റെ ഫസ്റ്റ് ടച്ചിൽ തന്നെ ആ ഗോളിനുള്ള ചാൻസ് ഓപ്പണായി. റാഫീനിൻ്റെ ഒരു അസിസ്റ്റും അഡിയമീൻ്റെ ഫിനിഷും. ആൻഡ് ഐ തിങ്ക് അഡിയമീൻ്റെ ആ ഗോളിനെക്കാളും ഞാൻ ഇമ്പ്രസ് ആയത് ഈ കളിയിൽ അഡിയമീൻ്റെ റിക്കവറി റേറ്റിലാണ്. കാരണം ബോൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൻസീവിൽ നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ് അഡിയമി എന്നുള്ളത് ഈ കളിയോടുകൂടി നല്ല വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം അത് തന്നെയായിരിക്കണം മൂപ്പരെ സൈൻ ചെയ്യാനുള്ള ഒരു മെയിൻ മോട്ടോ. ആൻഡ് ഫ്ലിക്കിൻ്റെ അണ്ടറിൽ മുമ്പ് കളിച്ചിട്ടുള്ളതുകൊണ്ട് ഫ്ലിക്ക് എന്താണ് ടീമിൽ ബോൾ ഇല്ലെങ്കിൽ, ബോൾ നമ്മളെ കയ്യിലില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അഡിയമിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലാത്തൊരു പ്ലെയറാണ് അഡിയമി. സോ ഈ ടീമിൽ പുതുതായിട്ട് കളിക്കുന്ന ഒരാളെ പോലെ തോന്നുന്നില്ല അഡിയമിനെ. കാരണം ബോൾ റിക്കവറിക്ക് വേണ്ടി പോകുന്ന കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല പുതുതായിട്ട് കളിക്കുന്ന ഒരാളെ പോലെ അഡിയമി. സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് തോന്നുന്നത് ബാർസ ഒന്നും കൂടി ബോൾ റിക്കവറി ശക്തമാക്കിയതും പ്രസ്സിങ് അടിപൊളിയാക്കിയതും തോന്നുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. ബിക്കോസ് സെക്കൻഡ് ഹാഫിൽ സ്കോർ ചെയ്ത എല്ലാ ഗോളുകളും ബോള് പ്രസ് ചെയ്ത് എടുത്തിട്ട് സ്കോർ ചെയ്ത ഗോളുകളാണ്. റാഫീനൻ്റെ ഗോർഡൻ അസിസ്റ്റ് ചെയ്ത ഗോളായാലും, പിന്നെ സെക്കൻഡ് ഗോർഡൻ വീണ്ടും ഫെർമീൻ അസിസ്റ്റ് ചെയ്ത ഗോളായാലും, പിന്നെ ഫെർമീൻ്റെ ആ സാവിയസ് പാട്ടിൻ്റെ അസിസ്റ്റിൽ ലാസ്റ്റ് അടിച്ച ഗോളാണെങ്കിൽ എല്ലാ ഗോളുകളും പ്രസ്സിങ്ങിൽ, ആ ലാസ്റ്റ് ഗോൾ ഒഴിച്ച് ബാക്കി എല്ലാ ഗോളും പ്രസ്സിങ്ങിൽ തന്നെ എടുത്തിട്ടുള്ള ഇതാണ് രണ്ടാമത്തെ ഗോൾ മുതൽ. ആൻഡ് ഐ തിങ്ക് എറിക് ഗാർസിയക്ക് ഒരു കിടിലൻ കളിയായിരുന്നു കളിച്ചത്. എറിക് ഗാർസിയ ഒരു കൺസിസ്റ്റൻറ്റ് ഗെയിമാണ് നിന്ന് കളിച്ചത്. ഓൾമോസ്റ്റ് ഓൾ ഡിഫൻസ് ആൻഡ് ഒരു ഫസ്റ്റ് ലാലിഗ ഗെയിമിൽ. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽച്ചൊക്കെ സെക്കൻഡ് റൗണ്ടാണ്, രണ്ടാമത്തെ കളിയാണ് ലാലിഗയിലെ. ബാർസലോണ ഫസ്റ്റ് കളിയാണ് കളിക്കുന്നത്, ബാർസലോണയും റയൽ മാഡ്രിഡും. സോ നല്ല ഒരു പെർഫോമൻസ് ആണ് എറിക് ഗാർസിയ. ഡിഫെൻസീവ് വൈസ് നല്ലൊരു പെർഫോമൻസ് ആണ് എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യാൻ. അതിൽ ഡിഫൻസിലാണ് എടുത്തു പറയേണ്ടത് എറിക് ഗാർസിയാണ്. എറിക് ഗാർസിയ ഐ തിങ്ക് കൂണ്ടെ കുറച്ച് കഷ്ടപ്പെടും ഈ സീസണിൽ റൈറ്റ് ബാക്ക് പൊസിഷന് വേണ്ടിയിട്ട് മത്സരിക്കാൻ. എറിക് ഗാർസിയ കട്ടൊക്കെ ഉണ്ടാവും. ആൻഡ് ക്രിസ്ത്യൻസണും മോശമില്ലാത്ത ഒരു സ്റ്റേബിൾ രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് മോനെ ഗോർഡൻ. ഐ എം ഇൻ ലവ് വിത്ത് ഗോർഡൻ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗോർഡനെ ബാർസലോണ സൈൻ ചെയ്യുന്നത്. ആൻഡ് സൈൻ ചെയ്തത് എന്തിനാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മോനെ. ഇങ്ങനെ ഒരു പ്രോപ്പർ റൈറ്റ് വിങ്ങറിന് ബാർസലോണക്ക് ഐ തിങ്ക് നെയ്മറിന് ശേഷം ആദ്യമായിട്ട് ഒരു പ്രോപ്പർ റൈറ്റ് വിങ്ങിന് എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയുന്ന, ആ വിങ്ങിനും അയാളെ നാച്ചുറൽ പൊസിഷൻ റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഗോർഡനെ വാങ്ങിയിട്ടുള്ള നെയ്മറിന് ശേഷം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ വേറെ ആരും വരുന്നില്ല. സോ ഗോർഡൻ്റെ ഇറങ്ങി 2 മിനിറ്റിൽ ആദ്യത്തെ അസിസ്റ്റ്, ആ പാസ് കൊടുക്കുക, ആ പാസ് വെച്ചുകൊടുത്ത റാഫീനക്ക് കിടുക്കൻ പാസ്സായിരുന്നു, ഒരു രക്ഷയില്ല ആ ഗോളും. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ഗോള്, അതും തീരെ സെൽഫിഷ് അല്ലാത്തൊരു ടീം പ്ലെയർ. ഇങ്ങനത്തെ പ്ലെയേഴ്സിന് നമുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് ഇങ്ങനത്തെ സെൽഫിഷ് അല്ലാത്ത പ്ലെയർ. ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയാണ് വേണ്ടത്. നേരെ മറിച്ച് കഴിഞ്ഞ സീസണിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു നമ്മുടെ ടീമിൽ, അദ്ദേഹമായിരുന്നു ആ പൊസിഷനിലെങ്കിൽ എന്തായാലും കൊണ്ടുപോയിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ നോക്കും, അത് വട്ടത്തിൽ മൂഞ്ചും, പുള്ളി തിരിച്ച് വീട്ടിൽ പോകും. ആ പ്ലെയർ ഇപ്പോൾ ടീമിലില്ല. അതാ ഞാൻ പറയുന്നത്, ഷാർക്ക് എന്നൊരു ചില പേരുള്ള ഒരാളാണ്. സോ ഗോർഡൻ സെൽഫിഷ്നെസ് ഇല്ലായ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ആൻഡ് ഗോർഡൻ ഒരു കിടിലൻ കളി തന്നെയാണ് ഉണ്ടായത്. സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും നല്ലൊരു ഡെബ്യൂ തന്നെയാണ് ഗോർഡൻ എടുത്തിട്ടുള്ളത്. പിന്നെ വെച്ചാൽ ഫെർമീനിനെ പറയാണ്ടിരിക്കാൻ വയ്യ. ഫെർമീൻ ലൈക്ക് ഔട്ട് ഓഫ് നത്തിങ് എന്നാണ് ആ 5th ഗോള് ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു ടേണിൽ കംപ്ലീറ്റ് എൽച്ച ഡിഫൻസ് ബ്രേക്ക് ആയിപ്പോയി. അത് അങ്ങനത്തെ ഒരു ഓൺ ദ സ്പോട്ടിൽ ഒരു ഔട്ട് ഓഫ് നത്തിങ്ങിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഫെർമീൻ. ആ ഒരു ഫെർമീൻ ആൻഡ് ഐ തിങ്ക് ഫെർമീനിന് 16 ആ 7ാം നമ്പർ നന്നായിട്ട് സൂട്ട് ചെയ്യുന്നുണ്ട് ഫെർമീനിന്. ബിക്കോസ് ഫെർമീനിന് ഒരു 7ാം നമ്പറിൽ കളിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് പ്ലെയറാണ്. അടി ഗോള് അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഫെർമീൻ. ആൻഡ് ഫെർമീൻ ഗോർഡൻ കണക്ഷൻ നന്നായിട്ട് വർക്കാവുന്ന പോലെ എനിക്ക് തോന്നി ഈ കളിയിൽ. ആൻഡ് ഗോർഡൻ അഡിയമിയും നന്നായിട്ട് ടീമിൽ സെറ്റിൽ ആയിട്ടുണ്ട്. ആൻഡ് അതന്നെയാണ് വേണ്ടേ. കാരണം പല ന്യൂ കമ്മേഴ്സും നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ ടൈം എടുക്കുന്ന ഒരു ടീമാണ് ബാർസലോണ. സോ പക്ഷെ ഗോർഡൻ അഡിയമിയും നല്ല രീതിയിൽ സെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ റാഫീനെയും എടുത്തു പറയാണ്ടിരിക്കാൻ വയ്യ. ആ 3ാമത്തെ ഗോൾ അടിച്ചിട്ടുള്ളപ്പോൾ നല്ലൊരു ഫിനിഷ് ആയിരുന്നു. ആൻഡ് റാഫീനിയ ഗോൾസും അസിസ്റ്റും ഉണ്ടാകുമ്പോൾ റാഫീനിയ ഈ ടീമിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു കളിയിൽ മനസ്സിലാക്കാൻ എൻറ്റയർ സീസൺ ഇഞ്ചറി ഒന്നും ഇല്ലാണ്ട് പോട്ടെ നമുക്ക് പ്രതീക്ഷിക്കണം ബാർസലോണയിൽ. കാരണം റാഫീൻ ഈ ടീമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ സീസണിൻ്റെ എൻഡിൽ ടുവേർഡ്സ് ദ എൻഡ് കണ്ടതാണ്. റാഫീന് ടീമിലില്ലാത്തപ്പോൾ ടീമിൽ ഉണ്ടാകുന്ന പ്രശ്നം അതെന്താന്നുള്ളത്. ആൻഡ് ക്രിസ്ത്യൻസിനൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ലമീനായാലും ലമീൻ ഒരു ഡൾ ഗെയിം എനിക്ക് തോന്നുന്നു ഭയങ്കര ടയേർഡാന്ന് തോന്നുന്നുണ്ട് ലമീന്. ഒരു 70 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലമീനെ ഇറക്കിന്. അത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വിങ്ങേഴ്സ് ഉണ്ട്. പുള്ളി പതുക്കെ റിലാക്സ് ചെയ്ത് ടൈം എടുത്ത് കളിച്ചാൽ മതി എനിക്ക് തോന്നുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പ്ലേയേഴ്സ് ഹാഡ് എ ഗുഡ് ഗെയിം. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഗാവിൻ്റെ ഇഞ്ചുറിക്ക് ശേഷം പെഡ്രി വന്നപ്പോഴാണ് ബോൾ ടെമ്പോ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ടെമ്പോ നമ്മളെ കയ്യിലായത് സെക്കൻഡ് ഹാഫിന് ശേഷം. ബിക്കോസ് ബോൾ കുറച്ചും കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഗാവി മാറി പെഡ്രി വന്നപ്പോൾ നല്ല രീതിയിൽ മിഡ്ഫീൽഡിൽ ആ വ്യത്യാസമുണ്ട്. ഞാൻ റോഡ് ഇറങ്ങാനാണ് കാത്തിക്കുന്നത്. പെഡ്രി റോഡിൽ തമ്മിലുള്ള കണക്ഷൻ ബാർസലോണയിൽ എങ്ങനെ വർക്കാവുന്നുള്ളത് ഞാൻ നോക്കിയിരിക്കുന്ന ഒരു ഘടകമാണ്. ആൻഡ് ഐ തിങ്ക് നമ്മളെ ഈ ഒരു മാച്ചിൽ സ്ട്രൈക്കർ ഇല്ലാണ്ടാണ് നമ്മൾ കളിക്കുന്നുള്ളത്. അതിപ്പോൾ നമുക്ക് ഓർമ്മയില്ല, ഹംസേനെ ഇറക്കിയിട്ടില്ല. സ്ട്രൈക്കർ ഇല്ലാണ്ട് ഈ ഒരു രീതിയിൽ 5-0 എന്നുള്ള രീതിയിൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ലേറ്റർ ഓൺ ടു ദ സീസൺ ചാമ്പ്യൻസ് ലീഗ് പിന്നെ വലിയ കളികൾ മീൻസ് ഈ അത്ലറ്റിക്കോ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ്, എൽ ക്ലാസിക്കോ, പിന്നെ ചാമ്പ്യൻസ് ലീഗ് കളികളും പിന്നെ അതുപോലെ നോക്കൗട്ട് സ്റ്റേജ് കളികൾ, കോപ്പ ഡെൽ റേ പോലത്തെ കളികൾ വരുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രൈക്കർ, അതായത് മിനിമൽ ചാൻസുകളെ കിട്ടുള്ളൂ. 1-2 ചാൻസിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വേണം. അത് ക്ലിനിക്കലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ ഇല്ലെങ്കിൽ ഇത് വലിയ തിരിച്ചടിയാകും. ഈ എല്ലാ കളി ഇതുപോലെ കളിക്കാൻ പറ്റും എന്നുള്ളത് തോന്നുന്നില്ല. പക്ഷെ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ ഇതിലും മികച്ച ഒരു രീതിയില്ല. ആൻഡ് ഐ തിങ്ക് നല്ലൊരു ആത്മവിശ്വാസത്തിലായിരിക്കും അടുത്ത അത്ലറ്റിക് ക്ലബിനായിട്ടുള്ള കളിയിലേക്ക് ബാർസലോണ പോകുന്നത്. ഇനി നമുക്ക് റയൽ മാഡ്രിഡിന്റെ ഇന്നലത്തെ കളി നോക്കുവാണെങ്കിൽ റയൽ മാഡ്രിഡ് എസ്പാനിയോൾ 2-1 കളി ജയിച്ചു. 90 മിനിറ്റിൽ കാർലോസ് എസ്പി ഒരു ഗോൾ സ്കോർ ചെയ്ത് റയലിനെ ജയിപ്പിച്ചിട്ടുണ്ട്. ജൂഡ് ബെല്ലിംഗാമും ഒരു ഗോൾ സ്കോർ ചെയ്തു. എനിക്ക് തോന്നുന്നത് റയൽ മാഡ്രിഡ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ലൈനപ്പ്, അതായത് വാൽവർഡെ, ബെർണാർഡോ സിൽവ, ആർഡ ഗുളർ, ബെല്ലിംഗാം, വീനി, എംബാപ്പെ, ആ ഒരു ലൈനപ്പിൽ തന്നെയായിരിക്കണം റയൽ ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബിക്കോസ് ആർഡ ഗുളർ എന്ന് പറയുന്നത് ഒരു കിഡിലം പ്ലെയർ. ആൻഡ് ഇന്നലത്തെ കളിയിൽ ആർഡ ഗുളർ ആയിരുന്നു റയലിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. ആൻഡ് എന്തിനാണ് ആർഡ ഗുളറിനെ ആ കളിയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത്രയും നേരമായിട്ട്. എന്തിന് നിങ്ങളെ ബെസ്റ്റ് പ്ലെയർ ടീമിൽ ഉണ്ടാകുമ്പോൾ ആ ബെസ്റ്റ് പ്ലെയർ ഒരു കളിയിൽ നന്നായി കളിക്കുന്ന ഒരു പ്ലെയർ ടീമിൽ ഉണ്ടാകുമ്പോൾ എന്തിന് ആ പ്ലെയറെ ഇറക്കണം? നേരെ മറിച്ച് വിനീഷ്യസിന് വളരെ ബാഡ് ഗെയിമാണ് ഇന്നലെ ഉണ്ടായത്. വളരെ ബാഡ് ഗെയിം, അൺവാണ്ടഡ് ഡൈവ്, കൈകൊണ്ട് കുത്തുക, എന്തൊരു കളിയാണ്. എന്നിട്ടാണ് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചോദിച്ചു വിനീനെ സബ് ചെയ്യുന്നു.
പക്ഷെ ആർഡറിനെ സബ് ചെയ്തു. ആൻഡ് ഐ തിങ്ക് ഇത് റയൽ മാഡ്രിഡിന്റെ ഡ്രസ്സിംഗ് റൂമിലെ ആ പ്ലെയർ പ്രൊഫൈൽ ഉണ്ടല്ലോ, അതായത് സീനിയോറിറ്റി അല്ലെങ്കിൽ പ്ലെയറിന്റെ മാർക്കറ്റ് വാല്യൂവിൽ വെച്ചിട്ട് സബ് ചെയ്യുന്ന പരിപാടി. ആർഡർ ഗുളർ നന്നായി കളിച്ചാലും വീനീനെ ഇറക്കുന്നില്ല, ആർഡർ ഗുളറിനെ ഇറക്കി സബ് ചെയ്തത്. വീനി ഒരു വേസ്റ്റ് ഗെയിമാണ് ഇന്നലെ ഉണ്ടായത്, ഞാൻ വീനീനെ സബ് ചെയ്യുന്നില്ല. സോ ഇത് ആ ഡ്രസ്സിംഗ് റൂമിലുള്ള ആ പ്ലെയർ പവർ ആണ് കാണിക്കുന്നത് ഐ തിങ്ക്. ആൻഡ് ഞാൻ വിചാരിച്ചില്ല മൗറീനിയോ ചിലപ്പോൾ അതിന് ഇതാവും എന്നുള്ളത്. ആൻഡ് മൗറീനിയോ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല റയൽ മാഡ്രിഡിൽ വലിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് വീനിയും റയലും ഈ അത് രണ്ടും ഒന്നിച്ച് പോകുന്നില്ല ഇപ്പോൾ. വീനി റയലിന്റെ ഘടകത്തിൽ ഒരു ഇമ്പോർട്ടന്റ് പ്ലെയർ തന്നെയാണ്. കഴിഞ്ഞ 2 ചാമ്പ്യൻസ് ലീഗിലും ഫൈനലിലും അവർക്ക് ഗോൾ അടിച്ചു കൊടുത്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഫൈനൽസിലും, റയൽ മാഡ്രിഡ് ജയിച്ചിട്ടുള്ള എല്ലാ ഫൈനൽസിലും അവർക്ക് വേണ്ടി ഗോൾ അടിച്ചിട്ടുണ്ട് വീനി. അതൊക്കെ സത്യം തന്നെ. പക്ഷേ ഈ ഒരു ടൈമായിരുന്നു അതിന് ബെസ്റ്റ്. വീനിയും റയൽ മാഡ്രിഡിൽ നിന്ന് പിരിയാനുള്ള ആ ഒരു ബെസ്റ്റ് ടൈമായിരുന്നു ആ ആർസണൽ പ്രപ്പോസൽ. ആൻഡ് അത് വെച്ചിട്ട് വീനി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ഐ തിങ്ക് ഇറ്റ്സ് എ ബാഡ് ഡിസിഷൻ ഫോർ ബോത്ത് ഓഫ് ദം. റയൽ മാഡ്രിഡിനും വീനിക്കും അതൊരു ബാഡ് ഡിസിഷൻ ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നത്. കാരണം 6 കൊല്ലമൊക്കെ ഈ ടീമിൽ വീനിനെ ഇനി വെച്ചോണ്ടിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എംബാപ്പേനെ എന്തായാലും അവർ വിൽക്കാൻ പോകുന്നില്ല. ബിക്കോസ് എംബാപ്പെ വന്നതോടുകൂടി ടീമിന്റെ കംപ്ലീറ്റ് ഫേസ് എംബാപ്പെ ആയി. ഇനി എംബാപ്പേനെ എന്തായാലും ഒരു വിൽക്കാൻ പോകുന്നില്ല. എംബാപ്പെ തന്നെയാണ് മെയിൻ, എല്ലാം എംബാപ്പയാ. പിന്നെ എന്തിനാണ് ഈ കുറച്ച് പൈസക്ക് വേണ്ടിയിട്ട് വീനി ആ ടീമിൽ പുതിയ കോൺട്രാക്ട് സെലക്ട് ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ വീനി ആ ടീം വിട്ടിരുന്നെങ്കിൽ വീനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഹിസ്റ്ററി ആർസണലിൽ പോയിട്ട്, ആർസണൽ അവിടെ പോയിട്ട് സ്വന്തം താൻ ലീഡർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ കളിക്കായിരുന്നു വീനിക്ക്. ബട്ട് ഹി ചോസ് ടു സ്റ്റേ അറ്റ് റയൽ മാഡ്രിഡ്. ആൻഡ് അറിയില്ല എത്ര കാലം നമ്മൾ ഈ ഇത് പറയേണ്ടി വരുന്നു, വീനി എംബാപ്പെ സംഭവം വർക്കാവില്ല എന്നുള്ളത്. കാണാം ഇനി ഫസ്റ്റ് കളിയായിട്ടുള്ള സീസണിൽ ഇനി മൗറീനിയോന്റെ കയ്യിൽ എന്തെങ്കിലും മാജിക് ഉണ്ടോ നമുക്ക് നോക്കാം. ഐ ഓൾസോ തിങ്ക് ജൂഡ് ബെല്ലിംഗം ഒരു നല്ലൊരു കളിയാണ് കളിക്കുന്നത്. ആൻഡ് ജൂഡ് ബെല്ലിംഗത്തിനെ ചുറ്റിട്ട് വേണം ഈ ടീം ബിൽഡ് ചെയ്യാൻ. ജൂഡ് ബെല്ലിംഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ ടീം ബിൽഡ് ചെയ്യാൻ റയൽ മാഡ്രിഡ്. ആൻഡ് ആർഡർ ഗുളർ, ബെർണാർഡോ സിൽവ, ജൂഡ് ബെല്ലിംഗം, ഇവർ 3 ആളും ഈ ടീമിൽ അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാർട്ടേഴ്സ് ആയിരിക്കണം റയൽ മാഡ്രിഡിന്റെ. ബെർണാർഡോ സിൽവയും ഒരു ഡീസന്റ് ഗെയിമാണ്. ബോൾ ഹോൾഡ് ചെയ്യാൻ ആ മിഡ്ഫീൽഡിൽ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ബോൾ ഹോൾഡ് ചെയ്യില്ല, ഡീപ്പായിട്ട് പോയി ബോൾ എടുക്കുക. ബെർണാർഡോ സിൽവയുടെ നാച്ചുറൽ പൊസിഷൻ അതല്ലെങ്കിലും സിറ്റിയിൽ അത് കളിച്ചിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ബെർണാർഡോ സിൽവയ്ക്ക് അത് തന്നെ ഇവിടെയും ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. സോ ഈ 3 പ്ലെയേഴ്സിന് എന്തൊക്കെ പറഞ്ഞാലും ഐ തിങ്ക് ഇവർ 3 ആളും സ്റ്റാർട്ട് ചെയ്യണം. ബാക്കി പിന്നെ എംബാപ്പെ, വീനി, ഗ്യാരണ്ടി ആണ്. അത് ആ പ്ലെയർ പ്രൊഫൈലിന്റെ ഇതാണ്. പിന്നെ ഡിയോമാൻഡെ ഒന്നും എനിക്ക് വലിയ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ട് ഇന്നലത്തെ കളിയിൽ. ആൻഡ് ഓൾസോ കൊണാട്ടെ ഓൾസോ ഹാഡ് എ ഡീസന്റ് ഗെയിം ഇന്നലെ. അത്ര ഹൈപ്പിലും ഉള്ള ഇതൊന്നും കളിയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ കൊണാട്ടെ ഒരു ഡീസന്റ് കളി കളിച്ചു ഇന്നലെ. ആൻഡ് ഹ്യൂസൺ ആയാലും കുഴപ്പമില്ല. ഒരു ഗോള് കൺസീഡ് ചെയ്തെന്ന് വെച്ചാൽ അത് നല്ലൊരു അറ്റാക്ക് ആയിരുന്നു എസ്പാനോളുടെ സൈഡിൽ നിന്ന്. ആൻഡ് ഐ തിങ്ക് ഈ സീസണിൽ ഹ്യൂസൺ, കൊണാട്ടെ ഡിഫൻസ് തന്നെയായിരിക്കും റയൽ മാഡ്രിഡ് പ്രിഫർ ചെയ്യുന്നത്. രണ്ടാളും ഇഞ്ചറി ഒന്നും ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും റയൽ മാഡ്രിഡിന്റെ ഒരു സ്റ്റാർട്ടിങ് ലൈനപ്പിലെ ഡിഫൻസ്. ആൻഡ് മൗറീനിയോ കുറേ കാര്യങ്ങൾ ടീമിൽ റെഡിയാക്കാനുണ്ട്. ആൻഡ് ഐ തിങ്ക് മൗറീനിയോ അതൊക്കെ സോൾവ് ചെയ്ത് റയൽ മാഡ്രിഡിനെ ഇപ്പം ഇന്നലത്തെ രീതിയിൽ മീൻസ് ഒരു ഹാർഡ് ഫോർട്ട് വിൻ എടുക്കാണ്ട് ഒരു ഈസി വിൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ടീമിനെ കൊണ്ടെത്തിക്കും എന്നുള്ളത് തോന്നുന്നു. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് റയൽ മാഡ്രിഡിന് കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഈ സീസണിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ഇല്ലെങ്കിൽ കഴിഞ്ഞ 2 സീസൺ പോലെ തന്നെ വീണ്ടും എത്തുകയുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഇഫ് യു ആർ ന്യൂ ടു ദ ചാനൽ, please subscribe and like the video, share the video, and let me know your thoughts in the comments. Ciao.